بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف خلق الله محمد بن عبد الله صلى الله عليه وعلى آله وصحبه ومن اهتدى بهداه أما بعد سورة ياسين 18 മുതൽ 21 വരെ 18 മുതൽ 21 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖാലൂ ഇന്ന ഖാലൂ ഖാഫിനും അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുത്തുകൊണ്ട് തടിപ്പിച്ചോതുക, സ്വരഭാരത്തോടെ. അതാണല്ലോ തഫ്ഖീം എന്നാൽ. ഖാലൂ എന്ന വാവിൻ്റെ ദീർഘമാകട്ടെ അത് അൽ മദ്ദുൽ മുൻഫസിലുൽ ജായിസ്, മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇന്ന നൂൻ മുഷദ്ദദ, ഷദ് നൽകപ്പെട്ട നൂൻ മണിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്നത്ത് നൽകുക. തത്വയ്യറുനാ ബികും, ഇതിൽ തത്വയ്യറുനാ ത്വാഇ തഫ്ഖീം കൊടുക്കാം, പൂർണ്ണമായ തഫ്ഖീം. റാഇനും തഫ്ഖീം. തത്വയ്യറുനാ ബികും, അപ്പോൾ ത്വാഉം റാഉം മാത്രമാണ് തഫ്ഖീം, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ സൂക്ഷിക്കുക. ലഇൻ ലം തൻതഹു, ലഇൻ എന്ന സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ ലാമിലേക്ക് പൂർണ്ണമായും ഇദ്ഗാം ചെയ്യുകയാണ്, ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ലം തൻതഹു, ലം എന്ന സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. തൻതഹു, സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി, ഇഖ്ഫ മുറഖഖ അല്ലെങ്കിൽ ഗുന്ന മുറഖഖ നൽകിക്കൊണ്ടാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത്. തർക്കീഖോട് തൻ എന്ന് പറയരുത്. തൻതഹു. ലനർജുമന്നകും, റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ഈ പദത്തിൽ വന്ന നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിന മീം ഇൽഹാർ ഷഫവിയാണ്, വാവിന് മുമ്പിൽ സൂക്ഷ്മതയോടെ ആയിരിക്കണം. ലനർജുമന്നകും വലയമസ്സന്നകും, ഇതിലും ഷദ്ദ നൽകപ്പെട്ട നൂന് വരുന്നു, നൂൻ മുഷദ്ദദ മണിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിന മീമുണ്ട്, അതിനെ ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മിസ്ലൈനി സഗീർ. അപ്പോൾ വലയമസ്സന്നകും മിന്ന, നൂൻ മുഷദ്ദദയും മണിച്ചുകൊണ്ട് ഓതുക, ഷദ്ദ നൽകപ്പെട്ട നൂനിന്. അദാബുൻ അലീം, തൻവീൻ ഇൽഹാർ ഹൽഖി നൽകി തൻവീനിന്, അദാബുൻ എന്ന തൻവീനിനെ മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖാലു, വീണ്ടും ഖാഫും അലിഫും തഫ്ഖീം. ത്വാഇറുകും, ത്വാ എന്ന ദീർഘം മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക അലിഫിന്. ഈ അലിഫിൻ്റെ ദീർഘത്തിലും ത്വാഇൻ്റെ തഫ്ഖീം ഉണ്ടാവണം. ത്വാ ആണെങ്കിൽ ഖവിയായ ഷിദ്ദത്തിൻ്റെയും ഇത്ബാഖിൻ്റെയും ഇസ്തിഅലായിൻ്റെയും ഒക്കെ അക്ഷരമാണ്, തഫ്ഖീമോട് കൂടി ഉച്ചരിക്കണം. ത്വാഇറുകും, റാഇനും തഫ്ഖീം കൊടുക്കുക. സാക്കിന മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ത്വാഇറുകും മഅകും, ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക. ഇദ്ഗാം മുതമാസിലൈനി സഗീർ. അഇൻ ദുക്കിർതും, അഇൻ
രണ്ട് ഹംസയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ഐൻ ആയിപ്പോരുത്, ഐൻ ഒന്നും ആവരുത്. അ ഇൻ, അ ഇൻ ദുക്കിർത്തും. സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മറച്ചു മണിച്ചു കൊണ്ടോതണം. ദുക്കിർത്തും റായിനെ തർക്കീഖ് ചെയ്യണം, കാരണം അതിന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതുകൊണ്ട്. ദുക്കിർത്തും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ബൽ അൻതും ലാമിനെ ഇൽഹാർ ചെയ്യുക, ബൽ അൻതുമായി പറഞ്ഞു. അൻതും സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി തർക്കീഖോടുകൂടി മണിച്ചു കൊണ്ട് ഓതുക. സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകി. അൻതും ഖൗമും മുസ്രിഫൂൻ. ഖൗമുൻ എന്ന തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. വജാഅ ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ദീർഘത്തിലും തർക്കീഖാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ത്വാഇറുക്കും എന്ന് മേലെ പറഞ്ഞതിൻ്റെ നേർ വിപരീതം ഇവിടെ വജാഅ എന്നാണ് പറയുക. മിൻ അഖ്സാ, മിൻ സാക്കിനാനൂൻ ഇൽഹാർ ഹൽഖി. അഖ്സാ ഖാഫിനെ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. ഖാഫ് സാക്കിനാണ്, അതോടൊപ്പം തഫ്ഖീമുമുണ്ട്. സ്വാദിനും തഫ്ഖീമാണ്. മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ. റജുലുൻ തൻവീനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ഖാല യാ ഖൗമി. ഖാല ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം, പഠിപ്പിച്ച് ഓതുക. യാ ഖൗമി ഇവിടെയും ഖാഫിന് മാത്രം തഫ്ഖീം. യാ യോ എന്നായി പോകരുത്. യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഇത്തബിഉ എന്ന വാവിനെ ഇൽത്തിഖാഉ സാക്കിനൈൻ സംഭവിച്ചതിനാൽ ഹദ്ഫ് ചെയ്തുകൊണ്ട് ഒഴിവാക്കിയാണ് ഓതേണ്ടത്. 2 സുക്കൂൻ ഒരുമിച്ച് വന്നു എന്ന കാരണത്താൽ ഇത്തബിഉൽ മുർസലീൻ. അൽ മുർസലീൻ റായിന് തഫ്ഖീം പഠിപ്പിച്ചോതുക. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റാ. ഇത്തബിഉ മൻ ലാ, മൻ ലാ സാക്കിനാനൂനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന മണിക്കാതെ ഓതുക. മൻ ലാ യസ്അലുകും അജ്റാ. യസ്അലുകും ഹംസ വ്യക്തമാക്കുക. സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. യസ്അലുകും അജ്റൻ വഹും. അജ് ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. അജ്റൻ വഹും മുഹ്തദൂൻ. വഹും എന്നതിലെ സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചു കൊണ്ട് ഓതുക. ഇദ്ഗാം മുതമാസിലൈനി സഗീർ. വഹും മുഹ്തദൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم
أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون.